ഒരു നഗരം കല്ലിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കഥയാണ് ജോർദാനിയൻ നഗരമായ പെട്ര. ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്ന്. പിങ്ക് നിറത്തിലുള്ള കല്ലുകളാൽ രൂപപ്പെട്ടതുകൊണ്ടാകാം റോസ് സിറ്റി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. പെട്രയുടെ ചരിത്രം ക്രിസ്തുവിനു മുമ്പ് 4-ാം നൂറ്റാണ്ടിലാണ് ആരംഭിക്കുന്നത്. പെട്ര എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം കല്ല് എന്നാണ്. ചരിത്രാതീത കാലത്ത് നബാത്യന്മാർ കല്ലിൽ കൊത്തിയെടുത്തതാണ് ഈ നഗരം. കൊത്തുപണിയോടുകൂടിയ ഗുഹാസമുച്ചയങ്ങളും ശവകുടീരങ്ങളുമാണ് പെട്രയിലുള്ള ഈ പുരാണ നിർമ്മിതികൾ. 1985 യുനെസ്കോ ലോക പൈതൃക സ്ഥലമായി ഇത് പ്രഖ്യാപിക്കപ്പെട്ടു. സിക്ക് എന്ന് വിളിക്കുന്ന ഇടുങ്ങിയ മലവഴിയിലൂടെ ഈ ചരിത്രത്തിന്റെ ഹൃദയത്തിലേക്ക് ഇത് പ്രവേശിക്കുവാനാകും. ഓരോ പടിയിലും കാലത്തിന്റെ അടയാളങ്ങൾ. ഒറ്റക്കല്ലിലുള്ള അത്ഭുതകരമായ നിർമ്മിതിയാണ് അൽ ഖസ്നെ. കല്ലിൽ ചെത്തിയെടുത്ത് നന്നായി ശില്പീകരിച്ച ഒരു അരമന. പെട്രയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് മൺസ്റ്ററി. 850 അതികട്ടിയുള്ള പടികളാണ്. പെട്ര പ്രാചീന കാലത്ത് വ്യാപാരത്തിന് പേരുകേട്ട സ്ഥലമായിരുന്നു. അറേബ്യയിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ, ഇന്ത്യയിൽ നിന്നുള്ള മസാലകൾ, ചൈനയിൽ നിന്നുള്ള സിൽക്ക്, അങ്ങനെ എല്ലാം ഇവിടെ വെച്ച് ഇടപാടുകൾ നടത്തിയിരുന്നു. പിന്നീട് റോമൻ ഭരണകാലത്ത് പെട്രയുടെ പ്രാധാന്യം കുറയാൻ തുടങ്ങി. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഭൂകമ്പങ്ങളും വ്യാപാര മാർഗങ്ങൾ മാറിയും നഗരം തുടരെ ശൂന്യമായി. 7 നൂറ്റാണ്ടുകളായി പെട്ര ഇതിഹാസത്തിന്റെ മൂടൽമഞ്ഞിലകപ്പെട്ടു. ഈ നഗരത്തിന്റെ നിലനിൽപ്പ് പ്രാദേശിക ബെഡുവീനുകൾക്കും അറബ് വ്യാപാരികൾക്കും മാത്രം അറിയാവുന്ന ഒരു രഹസ്യമായിരുന്നു. ഒടുവിൽ 1812 സ്വിറ്റ്സർലാൻഡുകാരനായ ജോഹൻ ലുഡിക് ബെർഹാർഡ് വാഡി മൂസ പർവ്വതങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു നഷ്ടപ്പെട്ട നഗരത്തെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് കേട്ടു. നാട്ടുകാർക്ക് സംശയം ജനിപ്പിക്കാതെ സ്ഥലം കണ്ടെത്തുന്നതിനായി ബെർഗ്ഹാർട്ട് ഒരു അറബി വേഷത്തിൽ ഒരു തീർത്ഥാടകനായി ഒരു യാഗം കഴിക്കാൻ ശ്രമിച്ചു. ഈ ദൗത്യം അദ്ദേഹത്തിന് ഐതിഹാസിക നഗരത്തിന്റെ നേർക്കാഴ്ചകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. പരുക്കൻ മണൽക്കല്ലുകൾ നിറഞ്ഞ മലനിരകൾ, എല്ലാ ദിശകളിൽ നിന്നും എളുപ്പത്തിൽ സംരക്ഷിക്കാവുന്ന ആഴത്തിലുള്ള മലയിടുക്കാണ് ഇത്. 5 മുതൽ 200 മീറ്റർ വരെ വ്യത്യാസമുള്ള പാറയിലെ വിൻഡിംഗ് പിളർപ്പായ സിക്ക് എന്നറിയപ്പെടുന്ന വഴിയാണ് പെട്രയിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കുവാൻ കഴിയുന്നത്. പെട്രയുടെ മികച്ച സംരക്ഷണാവസ്ഥയ്ക്ക് കാരണം അതിന്റെ 100 കണക്കിന് കെട്ടിടങ്ങൾ കട്ടിയുള്ള പാറയിൽ നിന്ന് വെട്ടിമാറ്റിയതാണ്. നഗരത്തിൽ കുറച്ച് സ്വതന്ത്ര കെട്ടിടങ്ങൾ മാത്രമേ ഉള്ളൂ. 1984 വരെ ഈ ഗുഹകളിൽ പലതും പ്രാദേശിക ബെഡുവീനുകളുടെ വാസസ്ഥലമായിരുന്നു. എന്നിരുന്നാലും സ്മാരകങ്ങളോടുള്ള ആശങ്കയെ തുടർന്ന് സർക്കാർ താമസം നിരോധിക്കുകയും ബെഡുവീനുകളെ അടുത്തുള്ള പട്ടണമായ വാഡി മൂസയ്ക്കടുത്തുള്ള പാർപ്പിടത്തിലേക്ക് മാറ്റുകയും ചെയ്തു. പെട്രയിൽ വെള്ളം എത്തിക്കുന്നതിനായി ചുവരുകളിൽ മുറിച്ചെടുത്ത യഥാർത്ഥ ചാനലുകളും ചില സ്ഥലങ്ങളിൽ ടെറാക്കോട്ട പൈപ്പുകളും ഇപ്പോഴും നിലവിലുണ്ട്. ആരാധനാലയങ്ങളും ശവകുടീരങ്ങളുമാണ് പെട്രയിലെ പ്രധാന അവശേഷിപ്പുകൾ. 800-ലധികം ശവകുടീരങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഏൺ, കൊറിന്ത്യൻ, സിൽക്ക് എന്നിങ്ങനെ അറിയപ്പെടുന്ന 3 മുഖമുള്ള ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത രാജകീയ ശവകുടീരങ്ങൾ നഗരത്തിലായി കാണുന്നു. രാജാവിന്റെ മതിൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിന് ചുറ്റുപാടുമായി കൽഭിത്തിയിലെല്ലാം ചെറിയ പൊത്തുപോലെ സാധാരണക്കാരുടെ ശവകുടീരങ്ങളും സ്ഥിതി ചെയ്യുന്നു. പ്രശസ്തമായ അൽ ഖസ്നെ, അതായത് ട്രഷറി എന്നറിയപ്പെടുന്നത് പെട്രയിലെ മുഖചിഹ്നം തന്നെയാണ്. ഈ കല്ലുശില്പം കാണുമ്പോൾ മനസ്സ് നിശബ്ദമാകും. പെട്ര അതിന്റെ ആർക്കിടെക്ചറിന്റെ സൗന്ദര്യത്തിലൂടെയും ചരിത്രത്തിലൂടെയും ആകർഷിക്കുന്നു. സന്ധ്യാകാലത്ത് ഈ കല്ലുകൾക്കിടയിലൂടെ വിളങ്ങുന്ന 1000 വിളക്കുകൾ പെട്രയെ ഒരു സ്വപ്ന ലോകമാക്കി മാറ്റുന്നു. പെട്ര നഗരത്തെ പെട്ടെന്ന് കണ്ടാൽ കൽപ്പനാപരമായ ഒരു സിനിമാ ലൊക്കേഷൻ ആണെന്നേ തോന്നൂ. എന്നാൽ ഇത് യാഥാർത്ഥ്യമാണ്.